എത്രമാത്രം ആകസ്മികമായ സംഭവങ്ങളിലൂടെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം കടന്നു പോകുന്നത് അല്ലേ? തൊട്ടടുത്ത നിമിഷം നമ്മളുണ്ടോ എന്ന് പോലും അറിയില്ല. എന്നിട്ടും നമ്മൾ ആക്രാന്തി മുഖത്ത് എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുകയാണ്. ആരെയൊക്കെയോ ഇല്ലാതാക്കി, ആരുടെയൊക്കെയോ സന്തോഷങ്ങളെ നഷ്ടപ്പെടുത്തി. എന്തിനാണ് ഇത് എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? നമ്മൾ ഓരോരുത്തരെയും വലിയവനെന്നും ചെറിയവനെന്നും ഉള്ളവനെന്നും ഇല്ലാത്തവനും കറുത്തവനെന്നും വെളുത്തവനെന്നൊക്കെ തട്ടുതിരിക്കും. ഈ ഉള്ളവൻ എന്ന് പറയുന്നത് ആരായാലും ഇത് ആരെങ്കിലും നമ്മൾ ജനിക്കുമ്പോൾ കൊണ്ടുവന്നതാണോ? അതോ നമ്മൾ മരിക്കുമ്പോൾ കൊണ്ടുപോകുമോ? നമ്മളെ തട്ടിപ്പറിച്ചെടുത്തും കഠിനാധ്വാനം ചെയ്ത് ജീവിക്കാതെ, ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ ഉണ്ടാക്കിയതൊക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുപോകുമോ? ഒന്നുമില്ല. എന്നാലും എന്തിനൊക്കെയോ വേണ്ടി ജീവിക്കാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മനുഷ്യനും. തൊട്ടടുക്കത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നേ ഇല്ല. കാരണം നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കും പോലെയാണ്. അതിനിടയിൽ ഞാൻ എപ്പോഴും ഓർമ്മിക്കാറുണ്ട്, വളരെ ചെറുപ്പം തൊട്ടേ എൻ്റെ അമ്മമ്മ പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു. ഏതുള്ളവനും ഏത് പൊന്നും തൂമ്പയുള്ളവനും ഇരുമ്പും തൂമ്പയുടെ ആവശ്യം വരുമെന്ന്. ശരിയാണ്. നമുക്ക് മനുഷ്യ സമൂഹ ജീവിയാണ്. നമുക്ക് മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാനേ പറ്റില്ല. എല്ലാ കാര്യത്തിനും നമുക്ക് ആശ്രയിക്കണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാകട്ടെ, വസ്ത്രമാകട്ടെ, മറ്റെന്ത് കാര്യത്തിനും നമുക്ക് മറ്റൊരാളുടെ വിയർപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ വിയർപ്പ് മറ്റുള്ളവരും ആശ്രയിക്കുന്നുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ, മറ്റൊരാളുടെ സന്തോഷത്തിന് നമ്മൾ പാത്രമാകുമെങ്കിൽ, മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു സംതൃപ്തി നൽകാൻ സാധിക്കുമെങ്കിൽ അതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം. അല്ലാതെ കുന്നുകൂട്ടിയ സമ്പത്തോ സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല. മറ്റൊരാളുടെ പുഞ്ചിരി വിരിയാൻ നമ്മുടെ ഒരു കുഞ്ഞു പ്രവൃത്തി സാധിച്ചാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം.